സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പുതിയൊരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്, നോ വോട്ട് ഫോർ BJP. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു, പക്ഷേ ഇന്ന് ഞാൻ പല പോസ്റ്റുകളും അത്തരത്തിൽ കണ്ടു. എന്താണ് ഇപ്പോഴങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? BJPയുടെ മിത്രങ്ങളല്ല അതിന് പുറകിൽ, ഉറപ്പാണ്, ശത്രുക്കളാണ്. അതായത് BJP ഒരിക്കലും വരരുത്, ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ. ഈ ജയം വരുന്നു എന്നൊരു ഭയം വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. BJPയെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് BJP എന്തു വന്നാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല, ഇത് കേരളമാണ്, ആ പരിപ്പ് ഇവിടെ വേവില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റേ അടുക്കളയിലെ പരിപ്പും അരിയും തൊട്ടുള്ള ക്യാമ്പയിനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പണ്ടേ പറയും ആ പരിപ്പ് ഇവിടെ വേവില്ല, വടക്കേ ഇന്ത്യയിലെ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചില്ലേ, അതും 10,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അവർ പ്രതീക്ഷിച്ചില്ല. അപ്പം ഏതോ ഒരു നടി പറഞ്ഞൊരു സംഭവമൊക്കെ ഓർമ്മയില്ലേ, ആ തൃശ്ശൂർ എടുക്കുകയെന്നോ എടുക്കില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ നമ്മൾ എടുത്തു. ഈ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞോടെ ഇവർക്ക് കാര്യം പിടികിട്ടി, ഇവിടെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ സുരേഷ് ഗോപി വെറും ജയമല്ല, ആധികാരിക വിജയമായിരുന്നു അവർക്ക്. അല്ല 10-20 വോട്ടിന് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് പറയാം അതൊക്കെ ഒരു ജയമായിട്ട് ഞങ്ങൾ കണക്കൂട്ടുന്നില്ല എന്ന്. ഒന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ 7 നിയമസഭാ മണ്ഡലത്തിലും 6 BJP മുന്നിൽ വന്നു, ശക്തമായൊരു വിജയമായിരുന്നു. അപ്പോൾ അന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ 10-11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി. ഇതിന് ശേഷം പിന്നെന്താണ്ടായേ, തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ പിടിക്കില്ല എന്ന് അവർ വിചാരിച്ചു, പിടിച്ചു. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അന്ന് അഖിലേന്ത്യാ തലത്തിൽ നോക്കൂ, BJP ആദ്യമായിട്ട് മുംബൈ അതുപോലെ തന്നെ തിരുവനന്തപുരം 2 വലിയ കോർപ്പറേഷൻസ് പിടിച്ചേക്കുക. മുംബൈ വളരെ വലുതാണ്, മുംബൈ പിടിച്ചൊപ്പം തന്നെ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര ഇത്ര നാൾ ഭരിച്ച BJPക്ക് അവിടെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതും പിടിച്ചു, ഒപ്പം തിരുവനന്തപുരം പിടിച്ചു. ചെറിയ വിന്നല്ല. പടിഞ്ഞാറൻ തീരങ്ങളിലെ 2 പ്രമുഖ തീരദേശ പട്ടണങ്ങൾ എന്ന് പറയുന്നത് BJPയുടെ ഭരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി BJP ഇപ്പോൾ ഒരു വിന്നിങ് ആയിട്ടുള്ള വിന്നബിലിറ്റി എന്നൊരു സാധനം BJP അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ഈ ക്യാമ്പയിൻ വരുന്നത് അതുകൊണ്ടാണ്. അപ്പം നോ വോട്ട് ഫോർ BJP എന്നൊരു ക്യാമ്പയിൻ വരണമെങ്കിൽ അതിനർത്ഥം വെച്ചാൽ അവർ ഭയപ്പെടുന്നു, എതിരാളി വല്ലാണ്ട് ഭയപ്പെടുന്നു. ഇതുവരെ അങ്ങനെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല, ഞാൻ മുൻ ഇലക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല. കാരണം ഇതുവരെ ഒന്നില്ലെങ്കിൽ UDF LDFനെതിരെ, LDF UDFനെതിരെ, പക്ഷേ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു മുന്നണി ശക്തമായിട്ട്. അതെ, ഒക്കച്ചങ്ങായിമാരുടെ ഒരു ഇലക്ഷനായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവർ ഇപ്പം നമ്മളൊരു നാണയം എടുത്ത് ടോസ് ചെയ്യുന്നു, ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നാണയത്തിൻ്റെ കൈ കിട്ടുമ്പോൾ 2 സൈഡിൽ തിരിച്ച് നോക്കിയാൽ 2 ഒരേ സൈഡാണ്. ഇതാണ് LDF UDF. ഒരേ നാണയത്തിൻ്റെ 2 വശം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്, അവിടെ എഡുമില്ല ഡെയിലും ഇല്ല, രണ്ടും ഒന്നാ അങ്ങനെ. പക്ഷേ ഇവർക്ക് ഇപ്പം ഞെട്ടി, ഇപ്പോൾ ഒരു മാറ്റം വന്നു. ആ മാറ്റം കഴിഞ്ഞ 2 ഇലക്ഷൻസോടെ അവർക്ക് പിടികിട്ടി. ഒന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഓർത്തു നോക്കണം, BJPക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി പലയിടത്തും. തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലിൽ, ആലപ്പുഴയിൽ, തൃശ്ശൂരിൽ. അതിൽ തൃശ്ശൂരാണ് നേരിട്ട് വിജയത്തിലേക്ക് പോയത്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും വെറും 15,000 വോട്ടിനാണ് BJP തോറ്റുപോയത്. ആലപ്പുഴ ഉണ്ടായ വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ശോഭാ സുരേന്ദ്രൻ തീപ്പൊരി നേതാവാണ്, അവർ BJPയുടെ സ്ഥിതിയെ വല്ലാണ്ട് വ്യത്യാസപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതോടെ അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കുറവ്, അത് പ്രതീക്ഷിച്ചൊന്നുമില്ല. ഇടതുമുന്നണിയോ UDF ആരും പ്രതീക്ഷിച്ചിട്ടില്ല. UDF പ്രതീക്ഷിച്ചത് അവർ ജയിച്ചു കയറുന്നായിരുന്നു, LDF പ്രതീക്ഷിച്ചത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പഴയ പോലെ വീണ്ടും ജയിക്കുന്നതായിരുന്നു. 2 പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് BJP ജയിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു, തുടർച്ചയായിട്ടുള്ള 2 ഇലക്ഷൻസ് BJPക്ക് അവർ വിചാരിക്കാത്ത, LDF UDFും വിചാരിക്കാത്ത വിജയങ്ങളാണ് BJPക്ക് കൊടുത്തത്. ഇതിൻ്റെ തനിയാവർത്തനമാണ് ഈ വരുന്ന ഇലക്ഷൻ എന്നവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ വരുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം, സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ LDF UDF പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ പല ഹാൻഡിലുകളും അല്ലാതെ തന്നെ ജനം നേരിട്ട് ഇടപെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു സാഹചര്യം ധാരാളമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് മീഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏകപക്ഷീയമാണ്. അത് ഒരു പരിധിവരെ റേഡിയോ പോലെയാണ്, നമ്മൾ ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുക, അത് പറയും എന്ന് പറയണ പോലെ. മീഡിയ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് വരുന്നു, നമ്മൾ വായിക്കുന്നു. ജനങ്ങൾക്കൊന്നും വോയിസ് ഇല്ല. സോഷ്യൽ മീഡിയ അങ്ങനെയല്ല, വോയിസ് ഉണ്ട്, സ്വന്തം വോയിസാണ്. അവിടെ ഓരോ പൗരനും പറയുകയാണ്. BJPയുടെ കേരളത്തിലെ യഥാർത്ഥ ജനപിന്തുണ എന്ന് പറയണത് സത്യം പറഞ്ഞ് 20% മുകളിൽ, 25% അടുത്ത് വരെയുണ്ട്. ഇത് എല്ലാം പൊളിറ്റിക്കൽ വോട്ടായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും മാറാറില്ല. അത് പിന്നെ പല ഘടകങ്ങളുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലുള്ള LDFകാരിൽ എത്രയോ പേര് മോഡിയെ അമിത്ഷായെ ഇഷ്ടപ്പെടുന്നവരാണെന്നറിയോ? അത് വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. കേരളത്തിലിപ്പം നമ്മളിപ്പോൾ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, മുസ്ലിം സമൂഹം പൊതുവിൽ BJP അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹിന്ദുക്കളാണെങ്കിൽ ഓൾമോസ്റ്റ് മുഴുവനും
പ്രോ BJP ആണ്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇതിന് രണ്ടിനും എടുക്കാൻ നിൽക്കുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർ BJPയിലേക്ക് വളരെയധികം അടുത്തു വരുന്നു. അതിനൊരു കാരണം എന്താ? മോഡിയുടെ അമിത്ഷായുടെയൊക്കെ നയങ്ങൾ തന്നെയാണ്. അവർ ആഗോളതലത്തിലും രാജ്യതലത്തിലും വികസനപരമായിട്ടായാലും മറ്റു രീതിക്ക് ഉണ്ടായ വിജയങ്ങൾ, ഈ രാജ്യത്തിന് അത് ആവശ്യമുള്ള തിരിച്ചറിവ്, തൊഴിൽ കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ, പിന്നെ ഉത്തരഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ അത് എല്ലാവരും കാണുന്നുണ്ട്. കേരളം വിട്ട് യാത്ര ചെയ്തവർ മുഴുവൻ, വാളയാർ കിടന്ന് അപ്പുറത്ത് പോയവർക്ക് മുഴുവൻ കാര്യം മനസ്സിലാവും. അപ്പോൾ ചുരുക്കത്തിൽ ആ വികസനം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കണം എത്രയോ പേരുണ്ട്. ഇത് ആർക്കും അറിയാൻ മേലാത്തതല്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഭരണത്തിൽ വരെ ആഗ്രഹിക്കുന്ന കക്ഷിയാണ് മുസ്ലിം ലീഗ്. UDFനൊപ്പം അവർ ഭരണത്തിൽ വരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം വോട്ടിൻ്റെ എല്ലാം കൂടെ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാനും ജമാഅത്തെ ഇസ്ലാമി അവരെ ഒപ്പം നിർത്താനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റേതായിട്ടുള്ള പല ചർച്ചകളും കണ്ടു. അവർക്ക് ജനറലി LDFൻ്റെ ഒപ്പം നിൽക്കുന്ന SDP BJPക്കാരനായിട്ടുള്ള K. സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി മഞ്ചേശ്വരത്ത് UDFൻ്റെ ഒപ്പം നിൽക്കുകയാണ് അല്ലേ? ആ കാഴ്ചയും കണ്ടു. അതാണ് ഈ ഒക്കച്ചെങ്ങായിവരെന്ന് പറയുന്നത്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം BJPയുടെ ഒരു മുൻകാലങ്ങളിൽ BJPയെക്കുറിച്ച് പറയുമ്പോൾ ജയിക്കത്തില്ല, ഈ ഒരു ഡയലോഗാണെങ്കിൽ ഇപ്പം അങ്ങനല്ല. നന്നായിട്ട് ഭയം തട്ടി. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ തോറ്റ എത്ര വോട്ടിനാണ്? 59 വോട്ടില്ലേ? അതും അദ്ദേഹം 2 മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട്. ഒറ്റ മണ്ഡലത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പോഴേ ജയിച്ചു പോകാനെ. അപ്പോൾ വിജയത്തിൻ്റെ തൊട്ടരികെ നിൽക്കുന്ന, ഇല്ലേ വിജയത്തിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുന്ന ആൾക്കാർ സുരേന്ദ്രൻ മാത്രമല്ല, കുറേ പേരുണ്ട് കേരളത്തിൽ. ഇപ്പോൾ സാറ് താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരാണ്. ഓക്കെ, അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഏത് രാഷ്ട്രീയ നിരീക്ഷണോട് ചോദിച്ചാലും പെരുമ്പാവൂർ എടുത്ത് പറയില്ല. അവർ പറയുകയാണെങ്കിൽ പറയണതാ പാലക്കാട് അല്ലെങ്കിൽ മഞ്ചേശ്വരം, പിന്നെ പാല ഒരു ലിസ്റ്റിൽ പെടുത്തും, പിന്നെ കഴക്കൂട്ടം, നേമം, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരുടെ ശ്രദ്ധയപ്പെടാത്ത, എന്നാൽ NDA BJP അവിടെ 2020 മത്സരിക്കുന്നത്. NDAക്ക് വളരെ വിജയസാധ്യതയുള്ള സ്ഥലമായി പെരുമ്പാവൂർ. ഒറ്റയടിക്ക് നോക്കിയാൽ ആർക്കും ഇത് മനസ്സിലാവില്ല. അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. കാരണം ചില മണ്ഡലങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ ജയിക്കണമെങ്കിൽ 60,000-70,000 വോട്ട് വേണം. എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന നിലവിലുള്ള MLA കഴിഞ്ഞ തവണ ജയിച്ചിരിക്കുന്നത് 53,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറത്തോട്ട് കുറേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കുള്ള 50,000 വോട്ടാണ്. അപ്പം UDFൻ്റെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ 3,000 വോട്ട്. അതായത് LDFനും UDFനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാവുന്ന മണ്ഡലം. അപ്പോൾ ഇനിയൊരു ചോദ്യമുണ്ട്, അവിടെ BJPക്ക് എത്രയാണ്? BJPക്ക് അവിടെ ഉള്ള 17,000 വോട്ട്. 2020ക്കോ? 2020ക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷത്തിൽ തന്നെ 20,000 വോട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് അവിടെ 25,000 ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 40,000 ആവുന്നു. ഇതൊരു പ്രത്യേക സിറ്റുവേഷനാണ്. ഈ 40,000 50,000 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഈ സഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രവർത്തനം ഉണ്ടല്ലോ, അതാണ് രാഷ്ട്രീയത്തിലൊരു പ്രാഥമിക പാഠമുണ്ട്. ഒന്നും കൂട്ടിയാൽ 2 എന്ന് പറയും. അതുകൊണ്ട് ഈ 25,000 17,000 കൂട്ടിയാൽ കിട്ടണ 40,000 അല്ല. ഈ സഖ്യം ഉണ്ടാക്കുന്ന വലിയൊരു ജനങ്ങൾക്കിടയിലുള്ള ജനപിന്തുണയുണ്ട്, ഒരു വീക്ഷണമുണ്ട്, പ്രൊഫഷണലായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു നേച്ചർ അതിന് ചേർന്നതാണോ? ആണ്. കാരണം പലരും വിചാരിക്കുന്നത് പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു തോന്നലുണ്ട് അത് അവിടെ ഒരു ബംഗാളാണ്, അവിടെ പല ഭീകരവാദ പ്രവണതകളുടെയും മറ്റു പലതിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, നിറയെ മയക്കുമരുന്നാണ്, അതുപോലെ തന്നെ പുറം നാട്ടുകാർ വന്നിട്ടുണ്ടാക്കുക ഒരു നാട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ അതെല്ലാം തന്നെ ന്യൂസ് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മണ്ഡലം എന്ന് പറയണത് ഡെമോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 സമുദായങ്ങൾ പ്രബലമായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ ഇതില്ല. എങ്കിലും ഇത് ആരാ ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഹിന്ദു ഭൂരിപക്ഷമാണ്. ടൗണിൽ പോലും അതെ, ഒരുപാട് ടൗൺ പോലും അങ്ങനെയാണ്. മാത്രമല്ല ടൗണിനകത്ത് BJPക്ക് 2 കൗൺസിലേഴ്സ് ഉണ്ട്, 2 മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക്. 4 പേരെ ജയിച്ചേനെ. അപ്പോൾ 2 2ാം സ്ഥാനമാണ്. ടൗൺ പോലും അങ്ങനെയാണ്. BJP അതിന് ചുറ്റും ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ 2020 സ്ട്രോങ് ആയിട്ട് ഭരണം പിടിച്ച പഞ്ചായത്തുകൾ വരെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ BJPയും 2020യും ഓരോരോ ഭാഗത്ത് അവരുടെ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലമായി പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അപ്പം പെരുമ്പാവൂരിനെ കുറിച്ച് ദൂരക്കാഴ്ച ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ ദൂരക്കാഴ്ചയൊന്നും അല്ല കാഴ്ച. പെരുമ്പാവൂരിനെ അടുത്തറിഞ്ഞാൽ അവിടെ വളരെ ഒരു സാംസ്കാരിക നഗരി തന്നെയാണ് പെരുമ്പാവൂർ. ശരിക്ക് ബംഗാളികളൊക്കെ ഉണ്ട്, അവിടെ കുറേ ക്രൈംസ് ഉണ്ടായി, ന്യൂസിൽ അതൊക്കെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നൊക്കെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെയല്ല. മാത്രമല്ല പെരുമ്പാവൂർ ആൾക്കാരുടെ ദൂരെ നോക്കുക കാണുന്നത് മുസ്ലിം ഭൂരിപക്ഷം തോന്നുന്നു, പക്ഷേ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഡിസിഷൻ മേക്കേഴ്സ് ക്രിസ്ത്യൻസാണ് ഇലക്ഷനിൽ. ഇങ്ങനൊരു പ്രത്യേകതയാണ് പെരുമ്പാവൂരുള്ളത്. ഇത് അധികം പേർക്ക് അറിയില്ല. അപ്പം ഇവിടെ BJPയുടെ അല്ല NDAയുടെ കാൻഡിഡേറ്റ് 2020 ആയിട്ടുള്ള GB പാത്തിക്കലാണ്. അവിടുത്തെ ഒരു പ്രമുഖമായ കുടുംബത്തിൽപ്പെട്ട ആളാണ്. യാക്കോബായ സഭയിൽ അംഗമായിട്ടുള്ള ആൾ. ആ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ അവിടെ ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെ ആ സഭക്കാരാണ്. അവിടെ നല്ല ബന്ധങ്ങളുണ്ട്. ഈ യാക്കോബായും ഓർത്തഡോക്സ് എന്ന് പറയുന്ന 2 സഭകളുണ്ട്.
ഈ സഭാ നേതൃത്വങ്ങൾ തമ്മിൽ ഒത്തിരി സ്പർദ്ധയുണ്ട്, അകലമുണ്ട്. സഭാതർക്കം എന്ന് പറയുന്നതിന് ഏതാണ്ട് 113 വർഷം പഴക്കമുണ്ട്. ആ തർക്കം പോലും തീർക്കാൻ വേണ്ടി ശരിക്ക് ക്രിയാത്മകമായിട്ട് രംഗത്തിറങ്ങിയത് സാബു ജേക്കബാണ്, 2020 നേതാവ്. അതുകൊണ്ട് തന്നെ ആ 2 സഭകളിലും പെട്ട ആൾക്കാർക്ക് അദ്ദേഹത്തിന് വലിയ ബഹുമാനമുണ്ട്. പിന്നെ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് തന്നെ ധാരാളം പെരുമ്പാവൂരുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സ്വാധീനങ്ങൾ, ജനസ്വാധീനം, ജനങ്ങൾക്ക് അവരുള്ള ആദരവ്, അവരുടെ വീക്ഷണങ്ങളെ അവർ കാണുന്നു. 2020 കിഴക്കമ്പലത്ത് വരുത്തിയ മാറ്റങ്ങളെ കാണുന്നു. വികസനം നരേന്ദ്രമോദിയുടെ മോഡലും കിഴക്കമ്പലം മോഡലും കൂടെ ചേരുന്നതായിരിക്കും എന്ന് ജനം മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ വിജയിക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും വിജയിക്കാവുന്നതാണ്. അത് വിജയസാധ്യത ഒട്ടും കുറവില്ല. അത് മാത്രമല്ല, സത്യത്തിൽ ഇടതുവലത് മുന്നണികൾ ഇത് പെട്ടെന്ന് കണ്ടിട്ടില്ല ഇങ്ങനെ വരുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ 2 മുന്നണികളുടെ ആൾക്കാർക്കിടയിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, ഇവിടെ NDA മുന്നിൽ വരുന്നുണ്ടെന്നുള്ള ഫീൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തുള്ള ചർച്ചകളിൽ അത് വരുന്നുണ്ട്, അവലോകനങ്ങളിൽ വിഷയം വരുന്നുണ്ട്. പുറത്ത് മീഡിയയിലൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മീഡിയയിൽ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ ചർച്ചയിലായിരിക്കും ആദ്യമായിട്ട്. പക്ഷേ ഞാൻ പറയുന്നു, അവിടെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത NDA സ്ഥാനാർത്ഥിക്കാണ്. GB വർഗീസ് അഥവാ GB പാത്തിക്കൽ എന്ന് പറയുന്ന 2020-കാരനായിട്ടുള്ള NDA സ്ഥാനാർത്ഥിക്കാണ് പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ വിജയസാധ്യത. അങ്ങനെ വരുമ്പോൾ നൗസി പ്രതീക്ഷിക്കാത്ത വിജയസാധ്യത ഒരു പെരുമ്പാവൂരുണ്ട് എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ദേവികുളം മണ്ഡലത്തിൽ S. രാജേന്ദ്രൻ എന്നൊരാളുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം വോട്ടായിട്ട് മാറിയാൽ 15,000-20,000 വോട്ട് അദ്ദേഹം പിടിച്ചാൽ മതി സ്വന്തം നിലയ്ക്ക്. അവിടെ ചിലപ്പോൾ ജയിക്കാൻ പറ്റും. കാരണം അവിടെ ടോട്ടൽ വോട്ട് വീഴാൻ പോകുന്നത് 1,10,000 വോട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളിടത്ത് ത്രികോണ മത്സരം ശക്തമായിട്ട് വന്നാൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് അഥവാ NDAക്ക് നല്ല ജയസാധ്യത അവിടെയുണ്ട്. ഇതേ ജയസാധ്യതകൾ ഇതുപോലെ പലയിടത്തും മുൻകാലങ്ങളല്ല, 10-20 വർഷം മുമ്പത്തെ ഒരു ഇലക്ട്രൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഇന്ന് വിലയിരുത്താൻ പറ്റില്ല. മാറ്റങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ 3ാം ടൈമായ ഈ കാലഘട്ടത്തിലും ജനപിന്തുണ വളരെയധികം BJPക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഓൾറെഡി 2020-ക്കുള്ള ജനപിന്തുണയുണ്ട്. BDS അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈഴവ സമുദായം BJPയിലേക്ക് കാര്യമായിട്ട് അടുത്ത് BDS കാരണമാണ്. അപ്പം ഈ 3 പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ജനങ്ങൾക്കുണ്ടാക്കുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. അവരുടെ ഒരുമയും ഐക്യം എന്ന് പറയുന്നത് പുതിയൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ ചുരുക്കത്തിൽ വിന്നബിലിറ്റി ഇത് തന്നെയാണ് പ്രശ്നം. ആരുടെ പ്രശ്നം? NDAയുടെ പ്രശ്നമല്ല, ഇടതുവലത് മുന്നണികളുടെ പ്രശ്നമാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമാണ്. ലീഗ് പ്രത്യേകിച്ചും, കാരണം വർഷങ്ങളായിട്ട് അധികാരത്തിൽ നിന്ന് വെളിയിൽ നിന്നിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്ത് എടുത്തിട്ട മീനിനെ പോലെ കിടന്ന് പിടയ്ക്കുന്ന അവസ്ഥയിലാണ് UDF, പ്രത്യേകിച്ച് ലീഗ്. അതുകൊണ്ടാണല്ലോ KM ഷാജിയുടെ രസകരമായ വിവാദമുള്ള ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ടായത്. അധികാരം കയ്യിൽ നിന്ന് പോയതിൻ്റെ നിലവിളി തന്നെയാണ്. അത് ഇനി അധികാരത്തിൽ വന്നാൽ 10 വർഷം കിട്ടാതെ കൊടുക്കാനാണെന്ന് പറയുമ്പോൾ 10 വർഷം അധികാരം ഇല്ലാണ്ട് ശ്വാസം മുട്ടിയതിൻ്റെ വിഷമങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ BJPക്ക് വിന്നബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ UDFൻ്റെ വിന്നബിലിറ്റി അവിടെ കുറയും. ഇത് വാസ്തവമാണ്. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഇത്തരം പ്രചരണങ്ങളുടെ പുറകിൽ, നോ വോട്ട് ഫോർ BJP എന്ന് പറയുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ പുറകിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കൃത്യമായിട്ട് അത് BJPയുടെ ശത്രുക്കൾ തന്നെയാണ്. അവർ ഭയക്കുന്നു ഇത്തവണ NDAക്ക് വിജയമുണ്ടാകും. ഇത് തന്നെയാണ് പ്രശ്നം.